വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. RSSും BJPയും ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സംഘടനയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSSും BJPയും ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സംഘടന തന്നെയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPI അങ്കമാലി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച CPI@100 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS അടിമുടി വൈദേശികമാണ്. ഭാരതമാതാവിനെ പറ്റിയും ദേശീയതയെപ്പറ്റിയും വലിയ രീതിയിൽ പറയുന്ന RSSന് വിദേശിയായ മുസോളിനിയുടെ ആശയങ്ങളും ഹിറ്റ്ലറിന്റെ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് RSS സ്ഥാപിതമായതെന്നും അദ്ദേഹം ആരോപിച്ചു. വിദേശിയായ മുസോളിനിയുടെ ആശയങ്ങളിൽ, വിദേശിയായ ഹിറ്റ്ലറിന്റെ ആശയങ്ങളിൽ ഏറ്റുവാങ്ങുകയാണ് RSS സ്ഥാപിതമായത്. RSS ആണ് BJP നയിക്കുന്നത്. നയിക്കപ്പെടുന്ന BJP RSSന്റെ രാഷ്ട്രീയത്തിന്റെ പാതയെ പിൻപറ്റുന്ന BJP എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഒന്നതിന്റെ വംശീയാധിപത്യ വാഞ്ച, വംശീയാധിപത്യത്തിന്റെ കൊതി. രണ്ട്, വൻകിട ചുഷകന്മാരോടുള്ള വിധേയത്വം, കോർപ്പറേറ്റ് വിധേയത്വം. RSS അടിമുടി ഫാസിസ്റ്റും വൈദേശികവുമാണ്. RSS ആണ് BJPയെ നയിക്കുന്നത്. RSSന്റെ രാഷ്ട്രീയ മുഖമായ BJP വംശീയ ആധിപത്യവും കോർപ്പറേറ്റ് വിധേയത്വവും ന്യൂനപക്ഷ ധ്വംസനവും നടത്തുകയാണെന്നും ബ്രാഹ്മണ ക്ഷത്രിയത്വത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സംഘടനയായി ഇവർ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഫാസിസം വരണമെങ്കിൽ ചിലർ പറയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഗ്യാസ് ചേംബറുകളും വരണമെന്നാണ്. ഇത്തരം നിലപാട് CPIക്കില്ല. RSS BJP ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒന്നിക്കാൻ കഴിയുന്ന എല്ലാവരോടും ഒന്നിച്ചു ചേർക്കാനാണ് CPI ശ്രമിക്കുന്നത്. അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ വൈകാതെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഗ്യാസ് ചേംബറുകളും വരും. ന്യൂനപക്ഷ വേട്ടകൾ ഉണ്ടാകും. ദളിതരെ പിച്ചിച്ചിന്തും, പാവങ്ങളെ അവഗണിക്കും. ഇതെല്ലാം യാഥാർത്ഥ്യമായാലേ ഇന്ത്യ ഫാസിസ്റ്റ് ആകൂ എന്ന വാദത്തെ CPI അംഗീകരിക്കുന്നില്ല. BJP RSS ഫാസിസത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് CPI നടത്തുന്നത്. ഫാസിസത്തെക്കുറിച്ച് CPI CPM തർക്കം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. CPI ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഫാസിസ്റ്റ് രാജ്യമാകാതിരിക്കാനും ഇന്ത്യയിൽ വർഗീയ അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുമാണ്. ദളിത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ പാടില്ല. അതിനുവേണ്ടി യോജിക്കാൻ കഴിയാവുന്ന എല്ലാവരുമായി CPI യോജിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കാലടിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MS ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ, സംസ്ഥാന കൗൺസിൽ അംഗം ശാരദാ മോഹൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MM ജോർജ്, മണ്ഡലം സെക്രട്ടറി M മുകേഷ്, CPI നേതാക്കളായ ഗോപകുമാർ കാരിക്കോത്ത്, ജോസഫ് ചെറിയത്ത്, OG കിഷോർ, ജോയ് കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.